ഓക്കെ, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർക്ക് അതിക്രൂര മർദ്ദനം. ആര്യനാട് സർക്കാർ ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ ജോയി മോന്റെ തലയ്ക്ക് പരിക്കേറ്റു. ചികിത്സയ്ക്കെത്തിയ 3 അംഗ സംഘമാണ് ഇരുമ്പ് സ്റ്റൂൾ കൊണ്ട് തലയ്ക്കടിച്ചത്. കാനക്കുഴി സ്വദേശികളായ 3 യുവാക്കൾ പിടിയിലായിരിക്കുന്നു. ഗോകുൽനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഗോകുൽനാഥ്, സംസ്ഥാനത്ത് വീണ്ടും ഒരു ആരോഗ്യ പ്രവർത്തകന്റെ നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതെന്തായിരുന്നു ഈ സംഭവം? ഞായറാഴ്ച രാത്രി 11:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കയ്യിൽ മുറിവുമായി ചികിത്സയ്ക്കെത്തിയതായിരുന്നു ഈ 3 യുവാക്കൾ. തുടർന്ന് OP ടിക്കറ്റ് എടുത്തു വരാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും ഇവർ ആദ്യം തയ്യാറായില്ല. പിന്നീട് ഇവർ മടങ്ങിപ്പോയ ശേഷം ഓട്ടോറിക്ഷയിൽ വീണ്ടും ആശുപത്രിയിലെത്തി ടിക്കറ്റ് എടുത്തു. എന്നാൽ ഡോക്ടറെ കണ്ട ഉടൻ തന്നെ ഡോക്ടറോട് ആക്രോശിക്കുകയായിരുന്നു. നീ എന്നെ പരിശോധിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിക്കുകയും അക്രമി സംഘം സമീപത്ത് രോഗികളെ ഇരുത്തി പരിശോധിക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഇരുമ്പ് സ്റ്റൂൾ എടുത്ത് ഡോക്ടറുടെ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ആശുപത്രി ഉണ്ടായിരുന്നവർ ബഹളം വെക്കുകയും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് ഡോക്ടറെ ഉടൻ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടറുടെ തലയ്ക്ക് ആഴത്തിൽ മുറിവിട്ടുണ്ട്. തലയിൽ 10-ലധികം സ്റ്റിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ യുവാക്കൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ആശുപത്രി ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കർശന നടപടി പ്രതികൾക്കെതിരെ എടുക്കുമെന്ന് പോലീസ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 3 യുവാക്കളാണ് കാനക്കുഴി സ്വദേശികളായിട്ടുള്ള അമൽ ഐസന്റെ 26 വയസ്സുള്ള അമൽ, അഖിൽ ഐസന്റെ, ഇവരുടെ സുഹൃത്ത് കാനക്കുഴി സ്വദേശി ഷിജിൽ 21 വയസ്സുള്ള ഷിജിലും കൂടിയാണ് ഈ ഡോക്ടറെ മർദ്ദിച്ചെന്നുള്ളതാണ്. എന്തായാലും ഡോക്ടർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. ഡോക്ടറുടെ തലയ്ക്ക് 10ഓളം സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ആഴത്തിലുള്ള മുറിവാണ്. ഡോക്ടർ ജോയിമോ ഇപ്പോൾ നിലവിൽ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇവർക്കെതിരെ കർശന നടപടികളാണ് ഇപ്പോൾ നിലവിൽ കൈക്കൊണ്ടുവരികയും തുടർന്ന് പോലീസ് ആ സമയത്ത് തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പും ഈ ആശുപത്രിയിൽ നിരന്തര സംഭവങ്ങളായിട്ട് ഈ ഡോക്ടർമാർക്കും അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും എതിരെയുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുള്ള ആശുപത്രി കൂടെയാണ്. തുടർന്ന് ഈ ആശുപത്രിക്ക് നേരെയും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായും ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.